ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് അതെ, അവളെ സ്വാഗതം. ഐശ്വര്യ ഉണ്ട് എൻ്റെ കൂടെ. അജു ഉണ്ട്. അജു വാടാ. അജു ഉണ്ട്. അജുവിനെ വല്ലപ്പോഴും കിട്ടുമല്ലോ. ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനാണ് അല്ലേ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണ്? തുതിയൂര് ബാക്കിൽ കണ്ടല്ലോ അല്ലേ, സൂര്യകാന്തി. ആര് പറഞ്ഞോ വിശ്വസിക്കൂല. എറണാകുളം ജില്ലയിൽ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഒരു സൂര്യകാന്തി പാടുണ്ട്. ആദ്യം പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചില്ല. ഇങ്ങോട്ട് വന്ന് കണ്ടപ്പോഴാണ് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഈ സ്ഥലം വന്നിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യണം. അത്രയുള്ളൂ. ബാക്കി പിന്നെ ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേര് മറന്നുപോയാ? ഇറ്റ്സ് മീ ഐശ്വര്യ നാഥ് എന്നാണ് ചാനലിന്റെ പേര്. എന്റെ മറ്റേ ഇത് കോപ്പേടിയാണ് കേട്ടാ. എന്റെ ഇൻസ്റ്റ FB ഒക്കെ മറ്റേ യൂസർ നെയിം അതാണ്. ഇറ്റ്സ് മീ ജോർജ് ചാനൽ. അതുകൊണ്ട് തന്നെ വെറുതെ വിടുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഐശ്വര്യയുടെ ഫോട്ടോഷൂട്ടായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണം. ഇന്നലെ ഇത് കവർ ചെയ്തതിന്റെ വീഡിയോ യൂട്യൂബിൽ വന്നിരുന്ന് കണ്ടു കാണും. ഇന്ന് അത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, ഒരാളെ കിട്ടിയിരുന്ന ഫോട്ടോ എടുക്കല്ലോ. അപ്പൊ തന്നെ മെസ്സേജ് അയച്ചു. ഫ്രീ ആണെന്ന് അറിഞ്ഞൂടല്ലോ, തിരക്കാണെങ്കിൽ പറയാൻ പറ്റില്ല. എന്തായാലും ഫോട്ടോ എടുക്കാൻ ആളില്ലാതെ വിഷമിച്ചിരിക്കുന്നു. അവള് വിഷമിച്ചിരിക്കുന്നത്, ഞാനാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ ആളില്ലാണ്ട് വിഷമിച്ചിരിക്കുന്നത്. എന്തായാലും ഒത്തുചേർന്നിട്ടുണ്ട്. ബാക്കി നേരിട്ട് കാണാം അല്ലേ. കമാൻ. ആദ്യം തന്നെ നിങ്ങളെ ഈ ഒരു കൃഷിത്തോട്ടം, അതായത് സൂര്യകാന്തി കൃഷിത്തോട്ടത്തിൻ്റെ ഒന്ന് വിഷ്വലൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഒരു 10-25 അല്ലെങ്കിൽ 30 ഏക്കറിലാണ് നിൽക്കുന്നത്. ഏകദേശം കണക്കാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മൾ ഭാസ്കരൻ ചേട്ടൻ ഉണ്ടായി. ഭാസ്കരൻ ചേട്ടൻ നിങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ തന്നെ കണ്ടിട്ടുണ്ടായി. ചാനലിലൂടെ 30 കിലോൻ്റെ കപ്പ കൃഷി ചെയ്തെടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മോഡലിൻ്റെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതേ മോഡൽ പോയി അവിടെ റെഡിയാക്കിയാണ് കണ്ടത്. അതിന് ശേഷം ഐശ്വര്യയുടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. പിന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എടുത്തു തുടങ്ങിയപ്പോൾ അല്ല, ഞാൻ കൊണ്ടുപോകുമ്പോഴേ അങ്ങോട്ട് ഇവളായിട്ട് പോകുമ്പോഴേ ടെൻഷൻ ഉണ്ടായി. കാരണം ഒരാളുടെ മേലിൽ ഹൈറ്റിലേക്കാണ് ഈ പൂക്കൾ നിൽക്കണം. അപ്പോൾ എല്ലാ ഫ്രെയിംസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എടുത്തു തുടങ്ങിയപ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും. 3-4 പിക്ക് കിട്ടിയെന്നും പറഞ്ഞ് പോയത്. എന്തായാലും അതിൽ കൂടുതൽ കിട്ടിയെന്ന് തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ലാസ്റ്റത്തെ ഒരു ഫോട്ടോയുടെ റിസൾട്ട് എന്തായാലും ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൂടി കാണണം. നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. അതുപോലെ നമ്മുടെ യൂസർ നെയിം, അതായത് നിങ്ങൾ ഫോട്ടോഗ്രാഫി ലവറാണെങ്കിൽ യൂസർ നെയിമും കൂടി ബാക്കിൽ എൻഡിൽ കൊടുക്കേണ്ടത് നമ്മുടെ ഇൻസ്റ്റയുടെ FBയുടെയും പേജിൻ്റെ. അതിലൊന്ന് നമ്മൾ പേജൊന്ന് ഫോളോ ചെയ്തിട്ടേക്കാം. അതെ, ഒരു ലാഡർ ഉണ്ടായിരുന്നത് അങ്ങനെ അതിൻ്റെ മേളിലായി കയറിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയെന്ന് തന്നെ പറയണം. ആ ലാഡറിൽ ചെയ്യാൻ പറ്റുമായിരുന്നു ചിലപ്പോൾ. അതിനുശേഷം ഞാൻ എന്താ പറയുക, നമ്മുടെ ഐശ്വര്യൻ്റെ ലാഡറിൻ്റെ മേളിൽ കയറ്റിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ സാരി കൊടുത്തൊരു മോഡലിന്, അത് വേറെ എന്തെങ്കിലും ഡ്രസ്സാണെങ്കിൽ കുഴപ്പമില്ല, ഒരു കാഷ്വൽ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇത് സാരി കൊടുത്തൊരു മോഡലിന് ചിലപ്പോൾ ലാഡറിൻ്റെ മേളിൽ കയറ്റി ചെയ്യാനായിരിക്കും. എന്തായാലും നമുക്ക് അതിലൊരു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അത് എന്താ പറയുക, നിങ്ങൾ ലാസ്റ്റ് കാണുക, ഫോട്ടോ കിട്ടുന്നുണ്ടെങ്കിൽ ഇതാണ് ഐശ്വര്യ ലാഡറിൻ്റെ മേളിൽ കയറണം കാണുന്നത്. എന്തായാലും അവിടെ ഇരുത്തി നമ്മൾ അതിലും ഒരു കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ പിന്നെ നിങ്ങളാണ് പറയേണ്ടത്. ഞാനെടുത്തിട്ട് ഞാൻ തന്നെ നല്ലതാണെന്ന് പറയണത് മോശമല്ലേ എന്ന് ഓർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാണ് എൻ്റെ സ്വഭാവം വെച്ച്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലാസ്റ്റിൽ ഫോട്ടോ ഉണ്ടായിരുന്ന കാണുക. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. അല്ലേ, ബാക്കി നമുക്ക് നേരിട്ട് കാണാം. ശരിയാ. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അധികം ഫ്രെയിംസോടെ യൂസ് ചെയ്യാൻ പറ്റില്ല, അറിയാലോ. പൂ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കണം, ഒരാളുടെ ഹൈറ്റിൽ അല്ലേ. അപ്പോൾ എന്തായാലും അത് വെച്ച് ഞങ്ങൾ ഹാപ്പിയാണ്. 5 അടിയുടെ മേലുണ്ട്. ഇവൾ ഇത്തിരി ചെറുതായി പോയെന്ന് തോന്നുന്നു. ഞാനും അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വരണമെങ്കിൽ വേഗം തന്നെ വരിക. ഇതിപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന വീഡിയോ ജനുവരി 27 ആയിരുന്നു. 2024 ജനുവരി 27 ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്തുന്നത് ചിലപ്പോൾ 28-നോ 29-നായിരിക്കും ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണമല്ലോ പുറത്ത് വരാൻ. അപ്പോൾ പക്ഷേ ഒരു 5-6 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച കിട്ടുള്ളൂ ഇങ്ങനെ ഒരു മനോഹര കാഴ്ച നമ്മുടെ എറണാകുളത്ത് കാണണമെങ്കിൽ. അപ്പോൾ ലൊക്കേഷൻ പറയുന്നത് എറണാകുളം കാക്കനാടിനോട് അടുത്ത് തന്നെയുള്ള തുതിയൂർ എന്നുള്ള സ്ഥലത്താണ്. തുതിയൂർ വന്നിട്ട് അത് ലൊക്കേഷനിലിട്ട് വരാൻ പറ്റും നിങ്ങൾക്ക് ഗൂഗിളിൽ. പിന്നെ തുതിയൂർ വന്നു കഴിഞ്ഞാൽ തുതിയൂർ ജെട്ടിയിലേക്ക് എത്തണം. അതിന് മുന്നേ ആനമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ജസ്റ്റ് ലെഫ്റ്റ് കയറുമ്പോൾ ഒരു KSEBിയുടെ സബ്സ്റ്റേഷൻ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് വിജയചേട്ടൻ്റെ വീട്. അപ്പോൾ നിങ്ങൾക്ക് വിജയചേട്ടൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൃഷിയുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ലൊക്കേഷൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണണമെങ്കിൽ കാണാവുന്നതാണ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട്. അതെ, എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് സൂര്യകാന്തി പോവാറുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്തെങ്കിലും ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എറണാകുളം പരിസരത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഇത്. പഞ്ചിൽ ഇതൊക്കെ ഞാനിരുന്ന് ചിരിച്ചെന്താണെന്നറിയോ, ഇന്നലെ ഈ കാര്യം പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല ഇത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ, എനിക്ക് വിശ്വാസം വന്നില്ല. എറണാകുളം പോലത്തെ ഒരു സിറ്റിക്കകത്ത് സൂര്യകാന്തി പാടുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. എന്നാലും നീ എന്നെ വിശ്വസിക്കാതെ വന്നത്, എനിക്ക് അതാണ്. പോട്ടെ, പറയാൻ പറ്റില്ലേ, മനുഷ്യന്മാര്
നീ എന്നെ കിടത്തിപ്പെടുത്തി. ആ പോട്ടെ, എന്തിനാട്ടെ വിട്ടിരിക്കണം. ഇപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾ ആരും പോകരുത്. ഞങ്ങൾ ഇത്രയും നേരം ഇതുവഴി കഷ്ടപ്പെടുത്തി എടുത്ത ഫോട്ടോസിൻ്റെ റിസൾട്ട് ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ ഇടുന്നതാണ്. അത് കാണുക, അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. ആദ്യം തന്നെ നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ്റെ ഫോട്ടോ കണ്ടിട്ട്, ഭാസ്കരൻ ചേട്ടനെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഒരു കപ്പ വിളയിച്ചെടുത്ത ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. അത് ഒറ്റ കപ്പയുണ്ട്, 30 കിലോൻ്റെ ഒറ്റ പീസ്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസ് കൂടി നിങ്ങളെ കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ എന്താ പറയുക അതൊക്കെ പോയി കാണാനും അവിടെ കയറി ഇങ്ങനെ ആർമാദിച്ച് നടക്കാനും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനും സാധിച്ചതിന് നമ്മുടെ തുതിയിലുള്ള വിജയൻ ചേട്ടനും കുടുംബത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ ഇന്നലെ ചെല്ലുമ്പോൾ അവിടെ ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. വിജയൻ ചേട്ടന് മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ വീഡിയോയിലൂടെ. അതുപോലെ അതായത് നിങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക അടുത്തതിനേക്കുള്ള ഊർജ്ജമായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ 2 കമൻറ്റൊക്കെ ഇട്ടാൽ ചീത്ത വിളിക്കരുതെന്നും പറയാം. അപ്പോൾ അതുപോലെ നിങ്ങളൊരു ഫോട്ടോഗ്രാഫി ലവറാണെങ്കിൽ എൻഡിൽ നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫി പേജിൻ്റെ ഇൻസ്റ്റയുടെ ഇവിടെ യൂസർ നെയിം കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.